മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ നല്ലൊരു പ്രവർത്തകനാണ് ചെർപ്പളശ്ശേരിയിലുള്ള വിജയൻ ചേട്ടൻ. പണ്ട് അസാധാരണമാം വിധത്തിൽ കമ്മ്യൂണിസ്റ്റ് ചിന്താധാരകളോട് വിധേയത്വം ഉണ്ടായിരുന്ന ആളാണ്. മിഡിൽ ഈസ്റ്റിൽ പോയി കുറേ കാലം വർക്ക് ചെയ്തു. യഥാർത്ഥ മുസ്ലിങ്ങളുടെ മനസ്സും കേരളത്തിലെ മലപ്പുറത്തെയും കാസർഗോഡെയും മുസ്ലിങ്ങൾ അവിടെ ചെന്ന് പ്രവർത്തിക്കുന്നതെല്ലാം കണ്ട് അദ്ദേഹം ചിന്താധാര തന്നെ മാറ്റി തിരിച്ചു വന്ന് പ്രത്യേക രീതിയിൽ കുറേ ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ നടത്തുന്ന ആളാണ്. ഞങ്ങൾ ചെർപ്പളശ്ശേരി പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഊണ് കഴിക്കാം. ചിലപ്പോൾ അദ്ദേഹം ഇന്നലെ വിളിച്ച് പറഞ്ഞിരുന്നു, കൂടുതൽ രാഷ്ട്രീയം പറയണ്ട ഗോപാലകൃഷ്ണൻ സാറേ, അത് സാറിൻ്റെ ആത്മീയ ബാക്ക്ഗ്രൗണ്ടിനും സാറിൻ്റേതായിട്ടുള്ള ചിന്താധാരകൾക്കും എല്ലാവരും സ്വീകരിക്കുന്നവരിൽ ചിലരിലെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഇങ്ങനെയുള്ള വരികൾ ധാരാളം പേര് ഇടയ്ക്ക് പറയാറുണ്ട്. ധാരാളം പേര് ചില 1/2 ഡസൻ പേര്. അവരോടെല്ലാം കൊടുക്കുന്ന മറുപടി തന്നെ ഞാൻ ഈ ചെർപ്പളശ്ശേരിയിലെ വിജയൻ ചേട്ടനോട് കൊടുത്തു. വിജയൻ ചേട്ടാ, ഞാൻ ഒരു സംഘടനയുടെയും പ്രതിനിധിയല്ല, ഞാനൊരു സന്യാസിയല്ല, ഞാനൊരു കോളേജിലെ പ്രൊഫസറല്ല, ഞാൻ ഏതെങ്കിലും സംഘടനയുടെ ചെയർമാനോ പ്രസിഡന്റോ ഉത്തരവാദിത്തപ്പെട്ട ആളോ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമോ സ്ഥാപനത്തിൻ്റെ ഭാഗമോ അല്ല. സ്വതന്ത്രമായി അഭിപ്രായം പറയാൻ വേണ്ടി തന്നെയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജ് ഉണ്ടാക്കിയത്. വിപ്രാഹ സന്തു നിർഭയ എന്ന് നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുണ്ട്. ഒരു വിഷയത്തിൽ അറിവുള്ളവര്, ഞാൻ അറിവുള്ളവനാണെന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്, അറിവുള്ളവര് നിർഭയമായിട്ട് ഒരു ഭയവുമില്ലാതെ അഭിപ്രായം പറയണം. ഇന്ന് മരിച്ചാൽ നാളെ 2, എന്നെങ്കിലും മരണമുണ്ട്. ആരെങ്കിലും സുഖിപ്പിക്കാനും കയ്യടി കിട്ടാനും സർട്ടിഫിക്കറ്റ് കിട്ടാനും പൊന്നാട കിട്ടാനും ബൊക്കെ കിട്ടാനും അതുപോലെ താലം ഉപയോഗിച്ചുള്ള സ്വീകരണം കിട്ടാനും വേണ്ടിയിട്ട് പ്രവർത്തിക്കരുത്. നമുക്ക് പറയാനുള്ളത് പറയാം, വസ്തുതാപരമായിട്ട് പറയാം. ആ വസ്തുതകളിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താം. വസ്തുതകളിലും ചിലപ്പോൾ തെറ്റുണ്ടാവും, അത് തിരുത്താം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ള പല വിഷയങ്ങളിലും ഒരു പുസ്തകം നോക്കിയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ പറയുക, ചിലപ്പോൾ ആരെങ്കിലും പ്രഭാഷണം നടത്തുന്നത് കേട്ടിട്ടായിരിക്കും പറയുക, ചിലപ്പോൾ റേഡിയോയിലൂടെ കേട്ടിട്ടായിരിക്കും പറയുക. അപ്പോൾ ആരുടെയെങ്കിലും തലയിൽ നിന്ന് പുറത്തു വന്നതാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഒറിജിനൽ ഫാക്റ്റിലേക്ക് ചിലപ്പോൾ പോകാൻ പറ്റിയെന്ന് വരില്ല. പിന്നീട് ആ വ്യക്തി പറഞ്ഞത് തെറ്റാണ്. ഞാനൊരു സ്കൂളിലെ പുസ്തകത്തിൽ വായിച്ചതാണ് 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളെന്ന്. പക്ഷെ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ മാസം മാതൃഭൂമിയിൽ വായിച്ചു 12 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളെന്ന്. ഉടനെ ഞാൻ തിരുത്തി, മാതൃഭൂമി ആയിരിക്കാനാണ് സത്യമായിരിക്കാനാണ് സാധ്യത. കാരണം 10-26 ലക്ഷം കോപ്പികൾ പോകുന്നത്, 10-20 ലക്ഷം കോപ്പികൾ പോകുന്നു. അവരുടെ ABC ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ 6.5 ആണെങ്കിൽ 1 കോടിയിലധികം ആൾക്കാരത് വായിക്കുന്നുണ്ട്. അപ്പോൾ അത് ശരിയാവാനാണ് സാധ്യത. അപ്പോൾ ഞാൻ 16 ലക്ഷം എന്നുള്ളത് 12 ലക്ഷമായിട്ട് തിരുത്തി. അപ്പം തിരുത്തുമ്പോഴും ഞാൻ പറഞ്ഞു, പണ്ട് ഞാൻ 16 ലക്ഷം എന്നാണ് പറഞ്ഞിരുന്നേന്ന്. ഏത് യുക്തിവാദികൾ, ഏത് വ്യക്തികൾ നമ്മളെ വിമർശിക്കുമ്പോഴും അതിനകത്ത് നന്മകൾ ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് അത് പ്രസന്റ് ചെയ്യാറുണ്ട്. ആരംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും. ഇനി യുക്തിവാദികളോ അല്ലാത്തവരോ നമ്മൾ പറയുന്ന ചില ഫാക്റ്റുകൾക്ക് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ സദസ്സിൽ വെച്ച് തിരുത്താറുണ്ട്, പിന്നീടും അത് തിരുത്താറുണ്ട്. അതുപോലെ അപ്പോൾ ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? സത്യം തുറന്നു പറയാൻ. ഈ സോണിയാഗാന്ധി ഇറ്റലിക്കാരിയാണെന്നും കമ്മ്യൂണിസം ഭാരതത്തിന്റെ മണ്ണിൽ ചേരുന്നതല്ലെന്നും സ്റ്റാലിനും ലെനിനും മാർക്സും എംഗൽസും ഒക്കെ തനി കൊലപാതകികളാണെന്നും അതുപോലെ തന്നെ ദൈവത്തിന് കന്യാമറിയത്തിൽ ഗർഭം ഉണ്ടാക്കാൻ സാധിക്കില്ലെന്നും അതേപോലെ തന്നെ നമ്മുടെ അമ്പലത്തിലെ ആനയും വെടിക്കെട്ടും ഈ സ്വർണ്ണ കൊടിമരവും വിഭവ സമൃദ്ധമായ സദ്യയും ഇതൊന്നും അമ്പലവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തതാണെന്നും നമ്മുടെ പൈതൃകത്തിൽ ഒരു ബന്ധവും ഇല്ലാത്തതാണ് ഈ അശ്ലീല പാട്ട്, അതുപോലെ തന്നെ കള്ള് നിവേദ്യം, ഇറച്ചി, കോഴിക്കല്ല് പൂജിക്കുക, തൂക്കം നടത്തുക, തീക്കനലിലൂടെ നടത്തുക, ഇതൊക്കെ ആനയെ എഴുന്നള്ളിക്കുക, ആന നടന്നില്ലെങ്കിൽ മുട്ടുസൂചി വെച്ച ചങ്ങലയിട്ട് അതിനെ നടത്തിക്കുക, ആനയുടെ നഖത്തിന്റെ ഇടയ്ക്ക് കർപ്പൂരം വെച്ച് കത്തിച്ച് ആനയെ നടത്തിക്കുക, ഇങ്ങനെയുള്ള ഹീനകൃത്യങ്ങളൊക്കെ ആരെങ്കിലൊക്കെ പറയണ്ടേ? അതേപോലെ സോണിയാഗാന്ധി എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ നേതാവൊന്നുമല്ല. അവർ ഈ രാജ്യം ഭരിക്കുന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ കൂടി നേതാവാ. നമ്മുടെ നാട്ടിലുള്ളവനെ നമ്മുടെ തലയുടെ മുകളിൽ വെച്ചാൽ പോരെ. എന്തിനാ ഇറ്റലിക്കാരിയെയും അത് അവരുടെ മകനെയൊക്കെ തലയിൽ വെക്കുന്നത്? അങ്ങനെയുള്ള ചോദ്യങ്ങൾ ആരെങ്കിലും ചോദിക്കണം. ഇങ്ങനെയുള്ളൊരു
15 മിനിറ്റ് വിജയൻ ചേട്ടനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ ഞാൻ വിചാരിച്ചു ഈ വിഷയം നിങ്ങളോടും പറയണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന ഒരാൾ ഒരു 15 ദിവസം മുമ്പ് എഴുതുകയുണ്ടായി, അങ്ങയോട് അത്രയും അധികം ആദരവും ബഹുമാനവും സ്നേഹവുമുള്ള വ്യക്തിയാണ്, അങ്ങയുടെ ഓരോ വാക്കും അമൃത് പോലെ എടുക്കുന്ന ആളാണ്, പക്ഷേ ഇതിലങ്ങ് പറഞ്ഞിരിക്കുന്നത് തികച്ചും യോജിക്കാൻ പറ്റാത്തതാണ്, ശക്തമായിട്ട് എതിർക്കുന്നു. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം, നിങ്ങൾ എതിർക്കുന്നു, ആ എതിർപ്പ് എന്നെ അറിയിച്ചാൽ തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്താം. പറയാൻ എനിക്ക് സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ എതിർക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. എതിർക്കാനുള്ള സ്വാതന്ത്ര്യം പറയാനുള്ള സ്വാതന്ത്ര്യത്തെക്കാളും കൂടുതലാണ്. എല്ലാവർക്കും എതിർക്കാം, പറയുന്നത് ഒരാളല്ലേ. അപ്പോൾ പറയുന്നവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് രാഷ്ട്രത്തിനും സമൂഹത്തിനും സംസ്കാരത്തിനും കുടുംബത്തിനും വ്യക്തിക്കും ശാരീരികമോ മാനസികമോ ആയ അസാധാരണ വേദന നൽകുന്നില്ലെങ്കിൽ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അനന്തവും ആ നിയന്ത്രണമില്ലാത്തതുമല്ല, നിയന്ത്രണമുണ്ട്, നിയന്ത്രണത്തിനകത്തിരുന്നുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് നിയന്ത്രണം വെച്ചുകൊണ്ടോ നിയന്ത്രണത്തിന് അതീതമായിട്ടോ വിമർശിക്കാനും എതിർക്കാനും പുച്ഛിക്കാനും അവഹേളിക്കാനും നിരാകരിക്കാനും തമസ്കരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് പറയാനുള്ളത് ഭംഗിയായിട്ട് പറയും, ഒരു ഭീഷണിയും ഗോപാലകൃഷ്ണൻ ഇല്ല, നല്ല സ്വതന്ത്രമായിട്ട് പറയുന്നു. ഇനി നാളെ എന്ത് സംഭവിക്കുന്നു എനിക്ക് അറിഞ്ഞൂടാ, സംഭവിച്ചാൽ എനിക്ക് ഭയമൊന്നുമില്ല. പ്രത്യേകിച്ച് ലോണൊന്നും എടുത്തിട്ടില്ല, മക്കൾക്കെല്ലാം അവരവരുടെ നല്ല പൊസിഷനിലായിട്ടുണ്ട്. ഇന്ന് മരിച്ചു എന്നുള്ളത് കൊണ്ട് ഇത്രയും കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ടല്ലോ എന്നുള്ള പെൻഡിങ് വർക്കുകളൊന്നും ഇല്ല. ഇപ്പൊ ഗോപാലകൃഷ്ണൻ ഇല്ലെങ്കിലും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് ഭംഗിയായിട്ട് പോകും, നാഷണൽ ഹെറിറ്റേജ് സെന്ററും ഭംഗിയായിട്ട് പോകും. പിന്നെ ബാക്കിയുള്ളതിനെ കുറിച്ചൊന്നും അത്രയ്ക്കധികം വേവലാതിപ്പെടേണ്ട കാര്യമില്ലല്ലോ. ആഫ്റ്റർ നെഹ്റു ഹൂ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. നെഹ്റുവിന് ശേഷം ആരാണെന്ന്. അതിനേക്കാൾ ഗംഭീരമായിട്ട് ഇന്ദിരാഗാന്ധി വന്നു. ഇന്ദിരാഗാന്ധിക്ക് ശേഷം ആരാന്ന് ചോദിച്ചാൽ അക്ഷരാർത്ഥത്തിൽ പറയാം, 2ാമത്തെ വർഷം തികയുന്ന മോഡി ഭാരതം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു പ്രധാനമന്ത്രിയാണ്. എനിക്ക് ഉറപ്പുണ്ട് ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെയും അനുഭവങ്ങൾ വെച്ച് നോക്കിയാൽ പിണറായി വിജയൻ സാറ് ഒരുപക്ഷെ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല മുഖ്യമന്ത്രി ആവാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയപരമായിട്ട് 2 ധ്രുവത്തിലായിരിക്കാം, ചിന്താപരമായിട്ട് 2 ധ്രുവത്തിലായിരിക്കാം, അതൊക്കെ വേറെ പ്രശ്നം. ഇതിനു മുമ്പ് പിണറായി വിജയൻ സാറിനെ എതിർത്തിട്ടുണ്ടാവാം, അഭിനന്ദിച്ചിട്ടുണ്ടാവാം, അതെല്ലാം ആ പർട്ടിക്കുലർ ഇഷ്യൂ ആ വ്യക്തിയെയല്ല. ഒരുപക്ഷെ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഈ 13ാമത്തെ മുഖ്യമന്ത്രി എന്ന ശ്രീ പിണറായി വിജയൻ സാറ് കേരള ജനതയുടെ ഹരമായി മാറാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹം ഈ 28ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മന്ത്രിമാരെയൊക്കെ കാണാൻ പോകുന്നുണ്ട്, രാഷ്ട്രപതിയെ കാണാൻ പോകുന്നുണ്ട്. ഇതെല്ലാമല്ലേ നമ്മൾ നന്മയുടെ പ്രതീകമായിട്ട് എടുക്കുക. എൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങളെ ആരെയും നോക്കില്ല, നിങ്ങൾ BJP ആണ്, ഞാൻ തിരിഞ്ഞു നോക്കില്ല, അതൊക്കെ കഴിഞ്ഞു. ഇനി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, ധന്യമായിട്ടൊരു മുഖ്യമന്ത്രിയാവും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. അതേപോലെ നന്മ ചെയ്യുന്നവരുടെ നന്മയും തിന്മ ചെയ്യുന്നവരുടെ തിന്മയും, കുറവുണ്ടെങ്കിൽ കുറവും, നല്ലതുണ്ടെങ്കിൽ അഭിനന്ദനത്തിനോടുകൂടി അതും, ഇത് എനിക്കുമുണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നതെന്ന് ചെർപ്പളശ്ശേരി വിജയനോട് പറഞ്ഞപ്പോൾ ശരി സാർ എന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ താഴെ വെച്ചു. നിങ്ങളോട് ഞാൻ വിവരണം പറയുന്നു. പ്രണാമം, നമസ്കാരം.